நண்பர்களே, இன்னைக்கு நான் ஒரு சின்ன கதை சொல்ல விரும்புகிறேன். സ്മോൾ സ്റ്റോറി അബൌട്ട് എ മദർ ആൻഡ് എ ഡോട്ടർ. വേറെ ഒന്നുമില്ല, ഒരു അമ്മയും മോളുടെയും ചെറിയൊരു കഥ. ഒരു അമ്മ മകളെ വളർത്തുന്നു, മകൾ വലുതാവുന്നു, മകളെ ഭയങ്കരയോട് സ്നേഹിക്കുന്നു, മകൾക്ക് ആവശ്യമുള്ള എല്ലാം കൊടുക്കുന്നു. അങ്ങനെ അവൾ വലുതായി, അവൾക്ക് ജോലി കിട്ടുന്നു. ഈവൻ ജോലിക്ക് പോകുമ്പോൾ പോലും അവൾക്ക് ഭക്ഷണം വാരി കൊടുത്ത് വിടണം, അത്രയധികം സ്നേഹം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മകളുടെ കല്യാണം കഴിയുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞ് മകളും മകളുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നല്ല രീതിയിൽ ജീവിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് തോന്നുന്നു മകളുടെ സ്നേഹം കുറഞ്ഞു. അപ്പം മകൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, മകളുടെ ഭർത്താവും ചിന്തിക്കുന്നില്ല. പക്ഷെ അമ്മ വെറുതെ വീട്ടിലിരുന്ന് അനാവശ്യമായ ചിന്തകൾ. മകളുടെ സ്നേഹം കുറഞ്ഞോ, ഇന്നെ മകൾ എൻ്റെ അടുത്ത് പഴയതുപോലെ പെരുമാറില്ലേ, അല്ലെങ്കിൽ എന്നെ മറക്കോ. പക്ഷേ ഭർത്താവ് മകളോ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഭർത്താവ് ചിന്തിക്കുന്നത് അമ്മായിമ്മേനെ നല്ലോണം നോക്കണം, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം, അമ്മായിമ്മേനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും മകൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മരുമകൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മ അനാവശ്യമായിട്ട് ഇതൊക്കെ ചിന്തിച്ച് തല പോഞ്ഞുകൊണ്ടിരുന്നിട്ട് മകളുടെ അടുത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ. എങ്ങനെയുണ്ട് നിന്റെ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ, എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ, എങ്ങനെയുണ്ട് നിന്റെ ഭർത്താവിൻ്റെയും അവൻ്റെ വീട്ടുകാരുടെയും പെരുമാറ്റം എന്നൊക്കെ ചോദിച്ച് അൺവാണ്ടഡ് ഇഷ്യൂസിലേക്ക് കടക്കും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മക്കളുടെ ജീവിതത്തിലേക്ക് എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കുന്നത്? മക്കളെ സ്നേഹിച്ചു, മക്കളെ വലുതാക്കി, അവർക്കൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് കൊടുത്തു, അല്ലെങ്കിൽ അവർ തന്നെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിൽ വൈ യു ഗൈസ് ആർ ഗോയിങ് ബിഹൈൻഡ് ദം? ഐ എം ടോക്കിംഗ് ടു ദ പാരൻസ്. ഓക്കെ, സമ്മതിക്കാം, ഇപ്പോൾ കെട്ടിപ്പോകുന്ന വീട്ടിലെ ചെറുക്കൻ അത്ര ഒരു ക്രൂരനാണ്, അല്ലെങ്കിൽ അവൻ കെട്ടിച്ചൂട്ട മോളെ മര്യാദക്ക് നോക്കുന്നില്ല, അവൻ്റെ വീട്ടുകാർ ഇവളെ ഹരാസ് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രതികരിക്കാം. പക്ഷെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ചെന്നിട്ട് അനാവശ്യമായിട്ട് കൈയിട്ട് അവരെ സീനാക്കേണ്ട ആവശ്യമുണ്ടോ? മകളും ഭർത്താവും കൂടി ജീവിച്ച് അവരുടേതായ ഇഷ്ടങ്ങൾ, അവരുടേതായ സ്പേസ്, അവർക്ക് അവരുടേതായ ഫ്രീഡം ആവശ്യമുണ്ട്. അവരവരുടെ ലൈഫ് ഡിസൈഡ് ചെയ്തോളൂ. പക്ഷേ അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക് കിട്ടുന്നില്ല, അമ്മയ്ക്ക് കിട്ടാനുള്ള സ്നേഹം അമ്മയ്ക്ക് കിട്ടുന്നില്ല മകളുടെ അടുത്ത് നിന്ന് തോന്നി തുടങ്ങുമ്പോൾ അമ്മ മകളെ വിളിച്ചിട്ട് ഭർത്താവിൻ്റെ കുറ്റം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറ്റം, ഭർത്താവിനെ മോളെ നമ്മൾ ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കി നിർത്താൻ ശ്രമിക്കും. അതിൻ്റെ ഇടയിലേക്ക് അമ്മയ്ക്ക് ഇടിച്ച് കയറിയിട്ട് ആ സ്നേഹം തിരിച്ചെടുക്കണം. ഇങ്ങനെയുള്ള സ്നേഹമൊക്കെ നടത്തും. പക്ഷേ അപ്പോൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അമ്മമാർ ആ സമയത്ത് അവരുടെ മകളുടെ ജീവിതം തന്നെയാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭർത്താവായിട്ടുള്ള ഒരു നല്ല കുടുംബജീവിതം അവർ തകർക്കാനാണ് ആ സമയത്ത്. മകൾക്കും ഭർത്താവിനും അവരുടേതായ സ്പേസ് കൊടുക്കുക, അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടണ്ട, അവരുടെ ജീവിതത്തിലേക്ക് പോയി ഇടപെട്ട് അവരെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഓവർ കൺട്രോൾ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ സ്പേസ് വേണം, അവർക്ക് അവരുടേതായ ഫ്രീഡം വേണം, അവർക്ക് അവരുടേതായ ലൈഫിൽ ഫൺ ആവശ്യമുണ്ട്. ലെറ്റ് ദം എൻജോയ്. എന്തിനാണ് അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറി വെറുതെ നശിപ്പിക്കുന്ന അവരുടെ ജീവിതം? എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാതെ അവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് സപ്പോർട്ട് ദം. അവരെ അങ്ങോട്ട് കയറി പോയിക്കോളും. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ടിന് പകരം ഇത്തിരി കടുക് വാരിയിട്ട് കഴിഞ്ഞാൽ സീനായി പോകും. കടുക് ആക്ച്വലി വെരി ഗുഡ് തിങ് ആണ്. കടുക് ആക്ച്വലി നമ്മുടെ എല്ലാ കറിക്കും നല്ലൊരു ഫ്ലേവർ നൽകുന്ന സാധനമാണ്. പക്ഷേ ഈ കടുക് പുകഞ്ഞു പോയി കഴിഞ്ഞാൽ സീൻ ടർബോയി പോകും, അതാണ്. അപ്പോൾ അതുപോലെയാണ് ലൈഫും. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിലേക്ക് കടുക് ഇട്ടിട്ട് ഇത്തിരി വറ്റൽമുളകും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ സീനായി പോകും. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യല്ലേ. മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിൽ നല്ല ഉപദേശങ്ങൾ കൊടുത്തവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ലൈഫ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് ബ്രിങ് ദം ഡൗൺ. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കെട്ടിത്താഴ്ത്തി നശിപ്പിക്കല്ലേ. അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ പോയിക്കോട്ടെ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടി ഫുൾ ഓടായിട്ട് കയറ്റത്ത് നിന്നിട്ട് നിന്ന് പോവില്ലേ, ആ സമയത്ത് ഫസ്റ്റ് ഇട്ടിട്ട്